ഉമ്മമാരാണ്. എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിരീക്ഷിക്കാൻ കഴിയൂലേ? എന്തേ നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു, എപ്പോഴാ വരുന്നത്, എവിടെന്നാണ് അവർക്ക് ക്യാഷ്, എവിടെന്നാണ് അവർ വാഹനം വാങ്ങിക്കുന്നത്, എവിടെന്നാണ് അവർ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കുന്നത്, എവിടെന്നാണ് അവർ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത്, 5000ന്റെ ഷൂകൾ എവിടെ നിന്നാണ് ധരിക്കുന്നത്? ഉപ്പ കൊടുത്തിട്ടില്ലല്ലോ, ഉമ്മ കൊടുത്തിട്ടില്ലല്ലോ, എവിടെന്നാണ് നിനക്ക് ക്യാഷ് എന്ന് നിരന്തരമായ അന്വേഷണം, നിരന്തരമായ നിരീക്ഷണം. ഓരോ വീട്ടുകാരും അവരവരുടെ മക്കളെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു നാടിനെ ലഹരിമുക്ത നാടാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. ആണിനെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതൊക്കെ പണ്ടായിരുന്നു. ഇന്ന് പെണ്ണിനെയും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിലുള്ള തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്. മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്. അവരാണ് അതിന്റെ ഡീലർമാർ. ആരും സംശയിക്കില്ലല്ലോ അത് പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ നിസ്സാരമായി കാണുകയാണ്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിച്ച് പർദ്ദ ധരിച്ച് നടക്കുന്ന, വേണമെങ്കിൽ ഹിജാബും നിഖാബും ധരിച്ച് കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന അവര് വരെ ഈ മയക്കുമരുന്നിന്റെ ചതിപ്രയോഗത്തിലൂടെ പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു അത്ഭുതമായി തോന്നുന്നുണ്ടോ? അപ്പൊ ഇവിടെ മയക്കുമരുന്നും ലഹരിയും നിർമാർജനം ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അയൽവാസിയുടെ വീട് നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മുടെ അനുജന്റെ വീട് പോലും നമ്മൾ ശ്രദ്ധിക്കണ്ട. നമ്മുടെ വീട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആ 4 മക്കൾ ലഹരി